എല്ലാം പഠിപ്പിക്കുന്നതിനൊപ്പം പ്രധാനമായും ആദർശം പഠിപ്പിക്കണം എന്ന് നമ്മൾ പറഞ്ഞതിന്റെ താല്പര്യം. ആ ആദർശമാണ് സുന്നത്ത് ജമാഅത്തിന്റെ ആദർശമാണ്. നേരത്തെ ഞാൻ വരുമ്പോ കൂറ്റമ്പാറ ഉസ്താദ് ഇവിടെ പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. ആ ആദർശത്തിൽ നമുക്ക് ഈ ആദർശത്തെ എത്തിച്ചെന്ന വലിയൊരു പണ്ഡിത വ്യൂഹമുണ്ട്. കേരളത്തിൽ ഈ ആദർശം തെന്നിപ്പോയ പല പുത്തൻ ആശയക്കാരും വന്ന കാലത്ത് അവർ കൊണ്ടുവന്ന ആശയങ്ങളൊക്കെ തെറ്റാണ്, ശരിയല്ല. നേരിട്ട് നബി തങ്ങളെ പാഠശാലയിൽ നിന്ന് പഠിച്ചു വന്നവർ നേരത്തെ ഇവിടെ കൊണ്ടുവന്ന ദീനുണ്ട്. ആ ദീനിന് വിരുദ്ധമായി മുജാഹിദ് വന്നാലും ജമാഅത്ത് ഇസ്ലാമി വന്നാലും തബ്ലീഗ് വന്നാലും ഖാദിയാനി വന്നാലും ഏത് ത്വരീഖത്തേരം വന്നാലും അതൊന്നും നമ്മുടെ പൂർവീകർ പഠിച്ച. അന്ന് ആരാണ് ദീനായിട്ട് ഇവിടെ വന്നത്? മഹത്തുക്കളായ സ്വഹാബയും താബിഈങ്ങളും അടങ്ങുന്ന വലിയൊരു ടീമാണ്. ആ ടീമിൽ നിന്നാണ് നമ്മുടെ പൂർവീക പിതാക്കന്മാർ പിതാമഹന്മാരൊക്കെ ആ ദീനിനെ പഠിച്ചത്. അതിന് വള്ളി വ്യത്യാസം ഇല്ലാതെ ഇതുവരെ കൈമാറി പോന്നു. അതിന് എതിരിൽ പിന്നെ വിശ്വാസരംഗത്തോ കർമ്മരംഗത്തോ ദീനിന്റെ മറ്റേതെങ്കിലും രംഗത്തോ വ്യതിയാനം സംഭവിച്ചുകൊണ്ടുള്ള ടീം വരുമ്പോൾ നമുക്ക് സ്വീകരിക്കാൻ കഴിയില്ല. അത് നമ്മൾ ഈ പരമ്പരാഗതമായി സ്വീകരിച്ചു പോകുന്ന ദീനല്ല. ഇത് നമുക്ക് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടി ഒരു പണ്ഡിത വ്യൂഹം സംഘടിച്ചു. അതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അതിന്റെ ആദ്യ സാരഥികളായിരുന്നു ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയത്തങ്ങളും മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരും നവ്വറല്ലാഹു മഖ്ദഹുമ. ആ രണ്ട് മഹാന്മാരുടെ നേതൃത്വത്തിൽ സമസ്ത ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന സംഘടന അങ്ങനെ പ്രവർത്തിച്ചു പോന്നെങ്കിൽ അതിന്റെ ഇടയിൽ പിന്നെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, നിങ്ങൾക്കറിയാം. അപ്പോ ധീരതയോടെ ധൈര്യത്തോടെ സാരഥ്യം ഏറ്റെടുത്തത്, നെഞ്ഞൂക്കോട് ഏറ്റെടുത്തത് ബഹുമാനപ്പെട്ട താജുൽ ഉലമയും സുൽത്താനുൽ ഉലമയും നൂറുൽ ഉലമയും ഇവരൊക്കെയാണ്. അതിൽ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ നമ്മുടെ കൂടെ ഇപ്പോഴും ഉണ്ട്. അല്ലാഹു ഇനിയും ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. റഹ്മാനായ റബ്ബേ, എല്ലാ നിലക്കുള്ള ആരോഗ്യം, കഴിവും ഹിമ്മത്തും തൗഫീഖും നീ കൊടുക്കണേ റഹ്മാനെ. ബഹുമാനപ്പെട്ട താജുൽ ഉലമയും നൂറുൽ ഉലമയും നമ്മളോട് ഇവിടെ പറഞ്ഞു. താജുൽ ഉലമയെ കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ കേട്ടിട്ടുണ്ട്. എത്ര പ്രതിസന്ധി ഘട്ടങ്ങളിലും അവിടുത്തെ ആ ശക്തമായ നിലനിൽപ്പ് അത് നമുക്ക് വലിയൊരു ശക്തി തന്നിട്ടുണ്ടെന്ന് സംശയമില്ല. എന്നാൽ അവിടുത്തെ കൂടെ അതേപോലെ നിന്ന ഒരാളാണ് മഹാനായ നൂറുൽ ഉലമ എം.എ. ഉസ്താദ് അവർകൾ. അള്ളാഹു കൊടുത്ത ദറജ ഏറ്റി കൊടുക്കട്ടെ. 1946 സമസ്തയുമായി ബന്ധപ്പെട്ട് പ്രവർത്തനം ആരംഭിച്ച ആളാണ് ബഹുമാനപ്പെട്ടവർ. പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്ന് ജീവിച്ചിരിപ്പുള്ള കാലം. പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ജീവിച്ചിരിപ്പുള്ളപ്പോൾ സമസ്തയിൽ വന്ന അതിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട മഹൽ വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ. എത്ര ത്യാഗമാണ് അക്കാലത്ത് അവിടുന്ന് സഹിച്ചിട്ടുള്ളത്. നേരത്തെ കൂറ്റമ്പാറ ഉസ്താദ് പറഞ്ഞ പോലെ അവിടുത്തെ ചരിത്രങ്ങൾ പലപ്പോഴും നമ്മോട് പറഞ്ഞ് ഞാൻ ഓർക്കുകയാണ്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഒറ്റ സംഭവം ബഹുമാനപ്പെട്ടത് പറഞ്ഞ് ഞാൻ ഓർക്കുന്നത്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപം കൊണ്ടെങ്കിലും പിന്നെ അതിന്റെ സന്തതികളായി സംഘടനകളൊന്നും വന്നില്ല. വിദ്യാഭ്യാസ ബോർഡ് 1951 നിലവിൽ വന്നു. അന്ന് മുതൽക്ക് വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രവർത്തനമായിട്ട് കൂടുതൽ ബന്ധപ്പെട്ട ആളാണ് ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ എം.എ. ഉസ്താദ്. സമസ്തയുടെ പ്രസിഡന്റ് വാളക്കുളം അബ്ദുൽ ബാരി ഉസ്താദ് അവർകൾ മഹാൻ ആയിരുന്നപ്പോൾ അന്ന് സമസ്തക്ക് ഓഫീസില്ല, സമസ്തയുടെ കയ്യിൽ പണമില്ല. പക്ഷേ ബഹുമാനപ്പെട്ട അബ്ദുൽ ബാരി മുസ്ലിയാർ അന്നത്തെ ഏറ്റവും വലിയ ആലിമായതുപോലെ അന്നത്തെ സമ്പന്നനുമായിരുന്നു. അവിടുത്തെ വീട്ടുവളപ്പിൽ 5-8 ഏക്കർ വരുന്നൊരു വലിയ വളപ്പാണ്. ആ വളപ്പിൽ അവിടുന്ന് ഉണ്ടാക്കിയ പള്ളിയും ആ പള്ളിയോട് ചേർന്നുള്ള ഒരു കുത്തുബ്ഖാൻ ലൈബ്രറിയും ഉണ്ടായിരുന്നു.
അതാണ് അന്നത്തെ സമസ്തയുടെ ഓഫീസിന്റെ സ്ഥാനത്ത്. അവിടെയാണ് മുസാവറക്ക് കൂടുക. മുസാവറക്ക് വന്നാൽ വന്ന ആലിമ്യങ്ങൾക്കൊക്കെ ബസ് ഫെയർ അടക്കം കൊടുക്കലേ ബഹുമാനപ്പെട്ട അബ്ദുൽ ബാരി തങ്ങളെ വർഗ്ഗങ്ങളാണ്. ഭക്ഷണവും അവിടെ ഉണ്ടാക്കും. അപ്പൊ അങ്ങനെ അന്ന് സമസ്തയുടെ പ്രസിഡന്റ് ആയിരുന്ന ബഹുമാനപ്പെട്ടവർ അവരരികിലേക്ക് എപ്പോഴും വരേണ്ടി വരും. MA ഉസ്താദിന് തൃക്കരിപ്പൂർ എന്ന് പറയുന്നത് കാസർഗോഡ് നിന്ന് ട്രെയിൻ കയറി പരപ്പനങ്ങാടിയിൽ വന്നിറങ്ങി പരപ്പനങ്ങാടിയിൽ നിന്ന് നടന്നാണ് വാളക്കുളത്തേക്ക് വരാറുള്ളത്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളുടെ സാന്നിധ്യം ചിലപ്പോ പാഴാവുന്നത് ബസ് കിട്ടിയില്ല അല്ലെങ്കിൽ വണ്ടി കിട്ടിയില്ല എന്ന കാരണം കൊണ്ടാണ്. ഇത് എത്ര കിലോമീറ്ററാണ് നടക്കേണ്ടത്? ഒരു 20-25ഓളം കിലോമീറ്റർ നടന്നു വേണം ഇങ്ങോട്ടെത്താൻ. അങ്ങനെ അബ്ദുൽ ബാരി ഉസ്താദിനെ കണ്ട് കാര്യങ്ങളൊക്കെ ധരിപ്പിച്ച് അവിടുന്ന് സൈൻ ചെയ്യേണ്ടത് സംഗതികളൊക്കെ സൈൻ ചെയ്യിച്ച് വീണ്ടും പരപ്പനങ്ങാടിയിലേക്ക് തിരിച്ചു നടക്കുകയാണ്. അങ്ങനെ പരപ്പനങ്ങാടിയിൽ നിന്ന് ട്രെയിൻ കയറിയിട്ട് വേണം പോകാൻ. ഇത്ര ത്യാഗങ്ങൾ അനുഭവിച്ച, അങ്ങനെ 1ഉം 2ഉം വരവല്ല, ഒരു മാസത്തിൽ 2 പ്രാവശ്യമെങ്കിലും അങ്ങനെ വരേണ്ടി വരും. അങ്ങനെ അന്ന് മുതൽ എല്ലാ കാര്യങ്ങളിലും ഈ മദ്രസാരംഗം ഇത്രയും പുഷ്ടിപ്പെട്ടതിൽ വലിയ പ്രധാനമായ പങ്കുവഹിച്ച ആളാണ് ബഹുമാനപ്പെട്ട MA ഉസ്താദ്. 1956 മുതൽ സമസ്തയിൽ ബഹുമാനപ്പെട്ട താജുൽ ഉലമയും മെമ്പറായി. ഈ 2 മഹാന്മാരത്ര പഴക്കമുള്ള ഒരാള് മറ്റൊരാളില്ല. അതിന്റെ ശേഷം പിന്നീട് വഴക്കുള്ളവർ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളൂ. രണ്ടും ഒന്നിച്ചു നിന്നിരുന്ന കാലത്ത് മുസാവറിയിലുള്ളവർ എടുത്തു പറയാൻ പറ്റിയ ഒരാൾ മറുഭാഗത്ത് ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന അത്രയും പാരമ്പര്യമുള്ള ആലിമീങ്ങളുടെ സംഘടനയാണ് നമ്മുടെ സമസ്തയിൽ ജമീഅത്തുൽ ഉലമ. അതിന്റെ സന്തതികളാണ് സമസ്തയിൽ സുന്നി യുവജന സംഘവും അതേപോലെ തന്നെ കേരള മുസ്ലിം ജമാഅത്തും കുട്ടികളുടെ സംഘടനയായ വിദ്യാർത്ഥി സംഘടനയായ SSFഉം ബാക്കിയുള്ള നമ്മുടെ സംഘടനാ കുടുംബത്തിലെ എല്ലാം. ഇവിടെയൊക്കെ ഊന്നി നിൽക്കുന്ന സംഗതി നമ്മുടെ ആദർശമാണ്. ഈ ആദർശത്തെ കൈവിടാൻ പാടില്ല. ഈ ആദർശത്തെ ഉറപ്പിച്ചു നിർത്തുന്നതിലും അതിനെ പുഷ്ടിപ്പെടുത്തുന്നതിലും അതിലൂടെ നമ്മുടെ വരും തലമുറയെ വളർത്തി ഉയർത്തിക്കൊണ്ടുവരുന്നതിലും നമ്മുടെ ശ്രദ്ധ കൂടുതൽ പതിപ്പിക്കണമെന്നും അതിനുവേണ്ടി ഉള്ളതാകണം നമ്മുടെ സ്ഥാപനമെന്നും. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ സ്ഥാപനങ്ങളിലേക്ക് അയച്ചെങ്കിലേ നമ്മുടെ കുട്ടികൾ നന്നാവുകയുള്ളൂ. ദീനിയായ ബോധമുണ്ടാകണമെങ്കിൽ, സുന്നത്ത് ജമാഅത്തിന് ആദർശം ഉണ്ടാകണമെങ്കിൽ, വെറും ഭൗതികത്തെ മാത്രം കണ്ടുകൊണ്ട് ഏതെങ്കിലും സ്ഥാപനത്തിൽ കൊണ്ടുപോയി ചേർത്താൽ ആ കുട്ടികൾ വളർന്നു വലുതായി വരുമ്പോ സ്വന്തം പിതാവിനെ മാതാവിനെ അവർക്ക് ഓർമ്മയില്ല. മരിച്ചുപോയ മാതാവിന് വേണ്ടി പിതാവിന് വേണ്ടി ദുആ ചെയ്യാൻ അവരെ സ്മരിക്കണ്ടേ, ഓർക്കണ്ടേ? ഓർമ്മ അവർക്ക് വരുന്നില്ല. അങ്ങനെ നാം ആക്കരുത്. നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ അടുത്തറിഞ്ഞ് സ്ഥാപനങ്ങളുമായി കൂടുതൽ ബന്ധം പുലർത്തി അതിലൂടെ നമ്മുടെ മക്കളുടെ ഭാവി സുരക്ഷിതത്വം ഉറപ്പുവരുത്തണമെന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തി ഇനി ബാക്കി എല്ലാ കാര്യങ്ങളും ബഹുമാനപ്പെട്ട സഖാഫി നിങ്ങളോട് പറയും. ഞാൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ഖുർആൻ വാക്യം കൊണ്ട് ഇതിന്റെ അവസാനമാണെങ്കിലും ഉദ്ഘാടന ചടങ്ങ് നിർവഹിച്ച് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.